അല്ല മൈസ് അപ്പൊ നമ്മളിന്ന് പണ്ട് ബർത്ത്ഡേ ആണ്, 50th ബർത്ത്ഡേ ആണ്. അപ്പൊ നമ്മള് സെലിബ്രേഷൻ ആയിട്ടൊന്നുമില്ല, പക്ഷെ ഒന്ന് ചെറിയൊരു കേക്ക് മുറിക്കലും ഒരു സർപ്രൈസും പരിപാടിയൊക്കെ ആയിട്ട് പോവാന്ന് വിചാരിച്ചു. അപ്പൊ നമ്മളിപ്പോ പെരുന്നാളിനേക്ക് പോവാൻ നിക്കാണ്. ഇപ്പൊ സ്കൂളിന്റെ അവിടെ നിക്കാം, നമ്മള് പെരുന്നാളിനേക്ക് പോവാം. നമ്മളെടുക്കാൻ പോണേറെ ഇപ്പാനത്തേക്ക് എന്താണെന്ന് പരിപാടി? ബർത്ത്ഡേ. അപ്പൊ അതുകൊണ്ട് നമ്മള് ഒരു ഇപ്പാന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് എന്താ നമ്മൾ ചെയ്യണം? എന്താണ് പ്ലാൻ? എന്താ സർപ്രൈസ് ഉണ്ടോ? സർപ്രൈസ് ഒന്നും ഇല്ല, ലുലുക്ക് പോവാനാ പ്ലാൻ. ലുലുക്ക് പോവാൻ പ്ലാനോ? ശരി. പെരുന്തമണ്ണയിൽ ലുലു ഉണ്ട്? പെരുന്തമണ്ണയല്ല, കോഴിക്കോടൊക്കെ ഉണ്ട്. കോഴിക്കോടൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഇന്നിപ്പോ എവിടെ പോണേ? ഇപ്പാന്റെ അടുത്ത്. ഇപ്പൊ എവിടെ ഉള്ളത്? ഇപ്പൊ പെരുന്തമണ്ണ സ്കൂളില്. ഓക്കെ. ഇന്ന് അമ്മായിയൊക്കെ വരുന്നുണ്ട്, എനിക്കറിയോ? എനിക്കറിയാലോ, ഇന്നലെ പ്ലാൻ ചെയ്തില്ലേ? അപ്പൊ ഇന്ന് അമ്മായിയൊക്കെ വരുന്നുണ്ട്. ഇന്ന് അമ്മായി വന്നിട്ട് പിന്നെ ആരൊക്കെ വരുന്നേ? ആർക്കറിയോ? പിന്നെ നാഫ്താത്ത് വരുന്നുണ്ട്, ഐസല് വരുന്നുണ്ട്. പിന്നെ എല്ലാരും വരുന്നില്ല. എല്ലാരും വരുന്നില്ലേ? കുറച്ചാൾക്കാര് വരുന്നുള്ളൂ. കുറച്ചാൾക്കാര് വരുന്നുള്ളൂ. അപ്പൊ എല്ലാരും വരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാമില് ഇപ്പാന്റെ വാച്ച് കൊടുത്ത ഫോട്ടോ ഒക്കെ ഇതില് ഇട്ടു. ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടണം. ആരെ വാച്ച് കൊടുത്തേ? ഞാന് ആയിരം സർപ്രൈസ് കൊടുത്ത വാച്ച്. അപ്പൊ ഇപ്പൊ എനിക്ക് ഉമ്മ വന്നു. അത് ഇൻസ്റ്റാഗ്രാമിലുണ്ടല്ലേ? അപ്പൊ എല്ലാരും ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് കണ്ടോട്ടല്ലേ? ഇത് ഇപ്പാന്റെ ബർത്ത്ഡേ. ഇപ്പാക്ക് കേക്ക് മുറിക്കുമ്പോ ഇപ്പ സ്കൂളെത്തിച്ച് കൊടുക്കാനാണ്. പേര് ഇപ്പ. ഇത് ഇപ്പാന്റെ, ഇത് ഉമ്മാന്റെയും, ഇത് കാക്കൂന്റെയും, ഇത് ഇന്റെയും അയങ്കാക്കൂന്റെയും. എത്ര ഹാർട്ടുണ്ട്? 1 2 3 4 5 ഹാർട്ടുകളുണ്ട്. അപ്പൊ ഇത് എനിക്കും ഇത് ഉപ്പാക്കും. ഓക്കെ. അപ്പൊ ഇതാണ് ഇപ്പാക്ക് സർപ്രൈസ് കൊടുക്കാൻ പോണേ. ഓക്കെ. ഹലോ. എവിടെയാണെങ്കിലും നിക്കാ. എന്താ പ്ലാന്? എവിടുന്ന കേക്ക്? കേക്ക് മറ്റേ എന്താണ്, ഇതെന്താ പൊക്കോടെ? ഹൈസൻ ഹായ് പറയൂ. ഞാൻ കഴിച്ചിട്ടാ വന്നിക്കുന്നതാണ്. ഹാപ്പി ബർത്ത്ഡേ എന്താ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞിട്ടാ വരുന്നത് തോന്നുന്നുണ്ട്. നമ്മളതൊക്കെ 68 70 ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു. എപ്പോഴേ ജനിച്ചു, എവിടെ ജനിച്ചു? എല്ലാരും 50-ാം വയസ്സ് ഉറപ്പിക്കണേലാണ്. 50-ാം വയസ്സ് 50 എടുത്ത് ഇരിക്കാൻ മണിക്കൂട്ട്. കുട്ടികളുടെ കേക്കില് 50 മാറ്റണം. കുട്ടികളുടെ കേക്കില് 50-ാം എന്താണ് പിറന്നാളിന്റെ എന്താണ് പിന്നെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഓർഡർ ചെയ്തിട്ടോ. ഇവിടെ കുറെ കേൾക്കുന്നുണ്ടോ? ആണോ?
വണ്ടി എടുക്കാൻ പറ്റും. നോക്കണ്ടെങ്കിൽ വേണം എന്താ അമ്മേനെ കൊണ്ടു പോകണം. ആണോ കാണുന്നില്ല. ഇവിടെ ഇരിക്കാം. കുട്ടികളെ ഒരു നമ്മളെ 50 വയസ്സാകുമ്പോ ചേർത്ത് വെച്ചാൽ എന്ത് ഇതില് മണിക്കൂറിനോട് പറഞ്ഞു ഓനെ എന്റെ സ്നേഹിച്ചിട്ടും എല്ലാവരും കൊന്നതാണ്. സ്പെഷ്യലാണ് അവിടെ എല്ലാരും പേര് ആ വീഡിയോ കൂടെ ചെയ്യാം. നിഹാല് ബിസിയായിരിക്കും. താങ്ക് യു. Happy birthday, Pa. താങ്ക് യു. 50 വിപുലമായ ആഘോഷമാണ്. കമ്പാണ് അൺബോക്സ് ചെയ്യണം നോക്കിയാ ക്യാമറക്കാരാണല്ലോ. ആകെ ക്യാമറകൾ അളിയാ ഇത് തരക്കടില്ല തൊലി പരിപാടി. നിങ്ങൾ 50 ആയോ വെഡിങ് ആനിവേഴ്സറി? പ്രേനല്ലത് ബോഡി മടിച്ച് കൈ മടിച്ചു പോയിക്കളാം. ഞാൻ ഐസുവിന്റെ കൊടുക്കേ. ഞാൻ ഐസുവിന് നമ്മളെ മറ്റേ ഉപയോഗിക്കണതിന്റെ സ്പ്രേ മാറിയും അതിന്റെ പെർഫ്യൂം ബോഡി മറ്റേ കൊടുക്കുക. ഐസുവിന്റെ അത് ടിക്കറ്റ് കൊടുക്കില്ല. അത് പൊട്ടി നല്ലതാണ്. എന്താ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാ? ഹലോ, നിന്റെ സർപ്രൈസ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇരുന്ന പണി വരുമ്പോ തടിച്ചു. ഇനി ഇവിടെ കൊടുത്തുപോയ അളവ് അപ്പൊ ഇങ്ങനെ തടിച്ചിട്ട് വരും. എന്നിട്ട് ആ കല്യാണ ഡ്രസ് ഇടാനും പറ്റൂല.
ഞാൻ ഇവിടെ തുറന്നാതി ചാവിയോണ്ട് അടിയേ കാരണം ചിലപ്പോ അത് പാക്ക് ചെയ്തിട്ടുണ്ടാവാം. ഇതില് കാണിക്കേ ഇതാണ് വലിയ ഇതിൽ 50 ഉണ്ട്. അതെ ഫോട്ടോ ഉണ്ടല്ലോ ഫോട്ടോ ഉണ്ട് ഇവിടെ ഫോട്ടോ ഓ സർ സർ കപ്പ് കണ്ടിട്ടില്ല ഇങ്ങനെ താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇവരുടെ ഗിഫ്റ്റ് തന്നല്ലേ അയറുടെ വെരി ഗുഡ് അയറാണ്. ഞാൻ അയാളുടെ ഗിഫ്റ്റ് വെരി ഗുഡ്. ഗിഫ്റ്റ് വണ്ടിയിലാണ്. ഇതായറിന്റെ ഗിഫ്റ്റ് ആണ്. ഇതാണ് ഗിഫ്റ്റ്. വാട്സല്ലേ ഫ്ലൈറ്റിലാണ് ഗിഫ്റ്റ് ഉണ്ട്. നായിരുന്നോ? എന്താ ഈ കീ കട്ട് ചെയ്യുന്നേ നിങ്ങൾ കട്ട് ചെയ്യാ ഐസലോ ഓക്കെ ഓക്കെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഹാപ്പി ബർത്ത്ഡേ ടു യു. എന്താ ഫ്ലേവറിനകത്ത് ഇഷ്ടേ അല്ല ആദ്യം ഐസല്ലേ അതോട് പറ്റുന്നതാണ്. റയാന് ജൂലി ലാസ്റ്റ് പരിഗണിച്ചാണ് അത് കൊടുക്കുക വേണ്ട. ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത സീനിയർ കൊടുക്കുക. ഒരു ഫീലിംഗ് ഉണ്ട്. സാധനം നമുക്ക് അടുത്ത പ്രാവശ്യം ശരിയാക്കാം. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് ഡേറ്റ് കൊടുത്താൽ മതി. കാണിച്ചിട്ടില്ല. ഇതാണ് നമ്മൾ വീഡിയോഗ്രാഫർ. എനിക്ക് ക്യാമറയിൽ തരാട്ടോ. ഓ ക്യാമറയിൽ തരാം. എന്താ മതി? ഗൂഗിൾ പേയിലോ? ഗൂഗിൾ പേയിൽ ഈ അങ്ങോട്ട് തരണ്ടേ? ഒന്ന് വേണം. മധുരം പൊരിച്ച കടി 32 ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. കൊറയട്ടെ ബർത്ത്ഡേനൊന്ന് വയസ്സ് വെക്കാൻ പാടില്ലേ? ഓള് വന്നു അറിയാം. എല്ലാരും കരഞ്ഞിക്കൊണ്ടു. ഓനിങ്ങനെ എഴുതാനുള്ള കഴിവുണ്ടെന്നുള്ള നമ്മള് തിരിച്ചറിഞ്ഞിട്ടില്ല. ഓനിക്ക് ആ കഴിവുള്ള നമ്മള് തിരിച്ചറിഞ്ഞില്ല എന്ന് അവൻ പറയും. അങ്ങനെയുള്ള കഴിവൊന്നും അറിഞ്ഞോണ്ട് അതെ ഞാനും ഉമ്മി നിക്കണ ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ.
കേക്ക് ഒക്കെ കടന്നു വരുന്നത് കേക്കില് ഡിക്കിക്ക് വെച്ച പെരുന്തവണ്ണയാണ്. അതെ. അപ്പോൾ നാഫിനെ യൂട്യൂബർ നമ്മള് നിസ്കരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഫുഡ് കൂടി കഴിച്ചിട്ട് ഇന്നത്തെ പരിപാടി കഴിഞ്ഞു. അത്രേ ഉള്ളൂ. എന്നിട്ട് വീട്ടിൽ പോകും. ഓള് തൂതൂക്ക് പോവാണ്. ഐസൽ ഏത് വണ്ടിയിലാ? നമുക്ക് മണ്ണാക്കാട്ടേക്ക് പോയിച്ചപ്പോ ഇല്ല പറഞ്ഞിട്ടോ. പിന്നെ നമുക്ക് എന്താണ് തിരുവനന്തപുരത്തേക്ക് പോവല്ലേ, അപ്പോൾ ഓളില്ല. പിന്നെ എങ്ങോട്ടാ നമുക്ക് തൂതൂക്ക് പോകാനോ? ഏത് വണ്ടിയിലാ കൊണ്ട് പഠിക്കുന്നത്? ചോദിക്കും അപ്പന്റെ വിചാരം ബേബിയോ ബാബിയുടെ ബേബി. നമ്മളിപ്പോ ഗ്രീൻ ടേബിളിലാണുള്ളത്. അപ്പോൾ പെരുന്തമണ്ണ പുതിയ തുടങ്ങിയ ഹോട്ടലാണ് ഗ്രീൻ ടേബിള്. നമ്മള് കുറച്ച് പ്രാവശ്യമൊക്കെ വന്നിന്. എന്തായാലും ബർത്ത്ഡേ ഡിന്നർ ഇവിടുന്ന് സെലിബ്രേറ്റ് ചെയ്യാം. അതിന് തുറക്കാൻ കൊണ്ടുപോകണമെന്ന്. നല്ലതാണ് ഫേസ് മസാജ് ഒക്കെ ചെയ്യുന്നത്. കളിയെ കൂട്ടും കിട്ടും. അല്ലേ ഇല്ലാത്തോണ്ട് ഇന്നെ ഇത് കൊണ്ടാക്കാം. അത് ഒരു കേക്ക് കുടിച്ചാൽ മതി. ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ അതൊക്കെ ഇതാക്കില്ല. അതൊക്കെ തന്നെ എത്ര സ്റ്റാറാ? 3 എത്ര? അലിമാമാന് ബർത്ത്ഡേ ഡേറ്റ് പിന്നെ ഇനി നമ്മളെ കേക്ക് മുറിക്കുമ്പോ അലിമാമില്ല സ്കൂൾ റെക്കോർഡിലില്ല. സ്കൂൾ റെക്കോർഡിൽ അന്വേഷിച്ചെടുക്കും. അതിന്റെ പഴയ റെക്കോർഡ് ഉണ്ടാവും. ടൂർ സ്കൂളാ? ഏതാ സ്കൂൾ? കൈ എഴുതാൻ പോലെ ബാത്റൂം പോയോ? ഞാൻ ബുക്ക് ചെയ്യാനുണ്ട് ഞാൻ ദിവസം രാവിലെ പോകാം. വെറുതെ അപമാനിക്കാം. ഡോണ്ട് അണ്ടർസ്റ്റിമേറ്റ് യൂട്യൂബർ. അത് യൂട്യൂബിലിടാനാണ്. നല്ല അടിപൊളി കേക്ക്. അതെ അതെ. ഹോട്ടലിൽ ഭയങ്കര തിരക്കാണ്. സൗണ്ട് കേൾക്കണല്ല. ഭയങ്കര മർമറിങ് ഉണ്ട്. നല്ല ഫുഡ്. റോസ്റ്റ് അടിപൊളി. പേരകളിൽ അയാളെ പേര് ഫേമസ് ബിരിയാണി ഉണ്ടാക്കണ എന്താണ് അയാളുണ്ട്. ഓപ്പൺ കിച്ചണും സെറ്റപ്പ് ഒക്കെ ഉണ്ട്. ഇവിടെ ഭയങ്കര ക്രൗഡാട്ടോ. നിങ്ങള് വരാണെങ്കിൽ ഒരു അരമണിക്കൂർ വെയിറ്റിങ്ങിന് മാത്രം വെച്ച് വരണ്ടേ. ആൾക്കാര് കുത്തി തിരക്കുണ്ട്. താരകണ്ട അതേപോലെ തിരക്കുണ്ടല്ലേ. നമുക്ക് പുറത്തിറങ്ങാം. നല്ല ആംബിയൻ പാർക്കിംഗ് ഉണ്ട്. ലൊക്കേഷൻ വരുന്ന പെരുന്തൽമണ്ണ ബൈപ്പാസിൽ
നെസ്റ്റോന്റെ തൊട്ടിപ്പുറത്ത് ഇതാണ് നെസ്റ്റോന്റെ തൊട്ടിപ്പുറത്താണ് ഗ്രീൻ ടേബിൾ തന്നെ. നമ്മളിത് ഇതുവഴി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും അവിടെ കയറി ഫുഡ് കഴിക്കാം. അതെ. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഗ്രീൻ ടേബിളിന് നേരെ എൻവിയോ ലോൺസ് വന്നേ. അപ്പോൾ നമ്മൾ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് ഒരു ചായയൊക്കെ കുടിച്ച് ഇതാ നമ്മൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ ചെറിയൊരു വ്ളോഗ്. ഇത് വ്ളോഗായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ എന്തായാലും ചെറിയൊരു ക്ലിപ്പായിരിക്കും. എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും പറയാം. നമുക്ക് ബാക്കി അടുത്ത വീഡിയോയിൽ നമുക്ക് എന്താക്കാം ഉഷാറാക്കാം. ഓക്കെ, താങ്ക് യു.